ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്വപ്നത്തിൽ നിന്നും ഉറക്കെ സന്ധ്യയുടെ പേര് വിളിച്ചുകൊണ്ട് ഞെട്ടി ഉണരുന്ന അർച്ചനയാണ്. ഉടൻ തന്നെ അർച്ചന സന്ധ്യയെ വിളിക്കുകയും സന്ധ്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നാളെ രാവിലെ തന്നെ സന്ധ്യച്ചിയും നന്ദേട്ടനും കൂടി ഇങ്ങോട്ടേക്ക് എത്തണം. അർച്ചനെ, നീ സമാധാനമായിട്ടുറങ്ങ്, നാളെ രാവിലെ തന്നെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് സന്ധ്യ കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അർച്ചന സച്ചിയെ വിളിക്കുകയാണ്. എന്താടോ, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇല്ലെന്നും എനിക്ക് എന്തൊക്കെയോ വിഷമമുള്ളതുപോലെ തോന്നുന്നെന്നും സച്ചിയോട് അർച്ചന പറയുന്നു. തുടർന്ന് വീഡിയോ കോൾ ചെയ്യുകയും അർച്ചന ഉറങ്ങുന്നതുവരെ സച്ചി കാവൽ നിൽക്കുകയും ചെയ്യുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അതിരാവിലെ തന്നെ സച്ചി വൃന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ്. സച്ചിയെ കണ്ടയുടൻ തന്നെ സന്തോഷത്തോടെ പുറത്തേക്ക് ഓടി ചെല്ലുകയാണ് അർച്ചന. എനിക്കറിയാമായിരുന്നു സച്ചിയേട്ടൻ വരുമെന്ന് അർച്ചന പറയുമ്പോൾ വെറുതെ പറയല്ലേ എന്ന് സച്ചി പറയുന്നു. അതേസമയം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കമലയും മീരയും. രാവിലെ തൊട്ടേ ഒരാൾ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. സച്ചി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട്. അനൂപ് ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് പോയത് എന്ന് കമല പറയുമ്പോൾ മീര വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് വരാനായി സച്ചിയോട് പറയുന്നു. മോനെ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടതെന്ന് കമല ചോദിക്കുമ്പോൾ കുടിക്കാൻ മാത്രമല്ല കഴിക്കാനും വേണമെന്ന് സച്ചി പറയുന്നു. ഇത് കേൾക്കുന്ന മീരയും കമലയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാനായിട്ട് അകത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് സച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. താൻ എന്തോ സ്വപ്നം കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് സ്വപ്നമായി ഇന്നലെ കണ്ടത്? അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞ് അർച്ചന സച്ചിയെ കൊണ്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നു. തുടർന്ന് കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്ന സച്ചിയെയാണ് കാണിക്കുന്നത്. എടോ, ഒരു സ്വപ്നം കണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ പേടിക്കുന്നത് എന്തിനാ? സന്ധ്യയെ മാത്രം വിളിച്ചിട്ടുള്ളോ അതോ ഇനി വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, എൻ്റെ പേടി എനിക്ക് മാത്രമല്ലേ അറിയൂ. എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരാളാണ് ആ അവന്തിക. എടോ, തൻ്റെ ഈ ആവശ്യമില്ലാത്ത ചിന്തകളാണ് സ്വപ്നമായിട്ട് കാണുന്നത്, അല്ലാതെ അതൊന്നും നടക്കാനേ പോകുന്നില്ല. സച്ചിയേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ ഓരോ ദുരന്തങ്ങൾ വരുന്നതിൻ്റെ സൂചനയാണെന്ന് അർച്ചന പറയുന്നു. അങ്ങനെ സച്ചി കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന സമയത്ത് കുഞ്ഞ് സച്ചിയുടെ കയ്യിൽ മൂത്രമൊഴിക്കുകയാണ്. ഉണ്ണിമൂത്രം പുണ്യാഹമാണെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി വാഷ് ചെയ്യാനായിട്ട് ബാത്റൂമിലേക്ക് പോകുന്നു. അതേസമയമാണ് കമലയും അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, സച്ചി എവിടെയെന്ന് കമല ചോദിക്കുമ്പോൾ അത് പിന്നെ വാഷ്റൂമിലാണെന്ന് അർച്ചന പറയുന്നു. ഓ, കുഞ്ഞ് പുണ്യാഹം തളിച്ചിട്ടുണ്ടാകുമല്ലേ. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വന്നേക്കാൻ പറഞ്ഞുകൊണ്ട് കമല ഡൈനിങ് റൂമിലേക്ക് പോകുന്നു. അതേസമയം സച്ചിയുടെ ഫോണിലേക്ക് ഡോക്ടർ വിളിക്കുകയാണ്. അർച്ചന ആരാണെന്ന് നോക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഇത് ഏത് ഡോക്ടറെ സച്ചിയേട്ടാ വിളിക്കുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ അഡ്മിറ്റാണെന്ന് പറഞ്ഞില്ലായിരുന്നു, ആ ഫ്രണ്ടിൻ്റെ ഡോക്ടറാണെന്ന് സച്ചി പറയുന്നു. അല്ല, ആ ഡോക്ടർ സച്ചിയേട്ടൻ എന്തിനാണ് വിളിക്കുന്നത്? എന്തെങ്കിലും ആവശ്യം കാണുമ്പോഴോ? താൻ അതൊക്കെ വിട്. പിന്നെ ഇനിയും ഇങ്ങനെയുള്ള സ്വപ്നമൊന്നും കാണാൻ നിൽക്കണ്ടെന്നും സച്ചി പറയുന്നു. അതേസമയമാണ് നന്ദനും സന്ധ്യയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവരെ കണ്ടയുടൻ തന്നെ യാത്ര പറഞ്ഞിറങ്ങുകയാണ് സച്ചി. എന്താ അർച്ചനെ, എന്തു പറ്റി? എന്താ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടെന്നും അവന്തികയുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പോരെ നിങ്ങളുടെ വിവാഹമെന്നും അർച്ചന ചോദിക്കുന്നു. അല്ല, ഈ വിവാഹം നടക്കാനായി ധൃതി വെച്ചത് അർച്ചനയായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ തന്നെ അർച്ചന എന്താ ഇങ്ങനെ പറയുന്നതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അത് പിന്നെ നന്ദേട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്. അവർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. നന്ദേട്ടൻ്റെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഈ ഡിവോഴ്സ് നടക്കുന്നതിന് മുമ്പ് തന്നെ കല്യാണം വേണോ എന്ന്. അർച്ചനെ, സന്ധ്യയുമായിട്ടുള്ള എൻ്റെ ജീവിതം മാത്രമേ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളൂ. അതിന് അവന്തിക ഒരു തടസ്സമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. നന്ദേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എത്ര കോമ്പൻസേഷൻ കൊടുത്തിട്ടാണെങ്കിലും അവരിൽ നിന്നും ഡിവോഴ്സ് വാങ്ങുന്നതല്ലേ നല്ലതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതുതന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നെന്ന് സന്ധ്യ പറയുന്നു. സച്ചിയും ഞാനും സന്ദീപും കൂടി ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് എന്താ തീരുമാനം എന്ന് വെച്ചാൽ എടുക്കാമെന്ന് നന്ദൻ പറയുന്നു. അത്രയും ദിവസം വരെ സന്ധ്യച്ച് നെല്ലിശ്ശേരി താമസിക്കട്ടെ എന്ന് അർച്ചന പറയുമ്പോൾ അതിപ്പോൾ വേണ്ടെന്നും കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം മതിയെന്നും നന്ദൻ പറയുന്നു. അല്ലെങ്കിലും ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് താമസിക്കാൻ വരുന്നില്ല, എനിക്ക് താമസിക്കാനാണോ സ്ഥലമില്ലാത്തതെന്ന് സന്ധ്യ നന്ദനോട് പറയുന്നു. തലക്കിടിയേറ്റ് പാമ്പാണ് അവന്തിക, അതുകൊണ്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്യുമെന്നും അർച്ചന പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാമെന്ന് നന്ദൻ പറയുന്നു. തുടർന്ന് കുഞ്ഞിനെ കാണാനായി സന്ധ്യയും നന്ദനും കൂടി പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. സച്ചിയുടെ ഫോണിലേക്ക് ഡോക്ടർ വിളിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.